നമുക്ക് കണ്ണുകളടയ്ക്കാം. ഏറ്റവും സുഖകരമായ ഒരു അവസ്ഥയിൽ ഇരിക്കുക. നിങ്ങളുടെ ശരീരം പൂർണ്ണമായും യാതൊരുവിധ മുറുക്കവുമില്ലാത്ത അവസ്ഥയിലായിരിക്കട്ടെ. പാദങ്ങൾ മുതൽ ശിരസ് വരെ എല്ലാ അവയവങ്ങളും പൂർണ്ണമായും വിശ്രമാവസ്ഥയിലാകട്ടെ. എവിടെയും ഒരു വലിച്ചിലുകളും നമുക്ക് ആവശ്യമില്ല. നട്ടെല്ല് നേർരേഖയിലാണെന്ന് ഉറപ്പുവരുത്താം. നമ്മുടെ പ്രാണശക്തിക്ക് തടസ്സമില്ലാതെ ഒഴുകുവാനുള്ള പാതയാണത്. പതുക്കെ 3 തവണ ദീർഘമായി ശ്വസിക്കാം. ശ്വാസം അകത്തേക്ക്. നിങ്ങൾക്കുള്ളിൽ പ്രകാശം നിറയുന്നു. ശ്വാസം പുറത്തേക്ക്. എല്ലാ മാനസിക ഭാരങ്ങളും ഇറക്കി വയ്ക്കാം. ശ്വാസം അകത്തേക്ക്. നിങ്ങൾക്കുള്ളിൽ പ്രകാശം നിറയുന്നു. ശ്വാസം പുറത്തേക്ക്. എല്ലാ മാനസിക ഭാരങ്ങളും ഇറക്കി വയ്ക്കാം. ശ്വാസം അകത്തേക്ക്. നിങ്ങൾക്കുള്ളിൽ പ്രകാശം നിറയുന്നു. ശ്വാസം പുറത്തേക്ക്. എല്ലാ മാനസിക ഭാരങ്ങളും ഇറക്കി വയ്ക്കാം. ഇപ്പോൾ നിങ്ങളുടെ ശരീരം ധ്യാനത്തിന് പൂർണ്ണമായും സജ്ജമായിരിക്കുന്നു. സാവകാശം നിങ്ങളുടെ ശ്രദ്ധയെ പതുക്കെ 2 പുരികങ്ങൾക്കും മധ്യേയുള്ള ആ നിഗൂഢ ബിന്ദുവിലേക്ക് കൊണ്ടുവരിക. കൺപോളകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. നിങ്ങളുടെ ആന്തരിക ദൃഷ്ടി ആ മധ്യബിന്ദുവിൽ ഉറപ്പിക്കാം. ഓർക്കുക, ആ ബിന്ദുവിന് ഒരു കാന്തിക ശക്തിയുണ്ട്. ജന്മജന്മാന്തരങ്ങളായി വിശന്നിരിക്കുന്ന നിങ്ങളുടെ 3-ാം കണ്ണ് നിങ്ങളുടെ ശ്രദ്ധയെ അങ്ങോട്ട് ബലാത്കാരേണ വലിച്ചെടുപ്പിക്കുന്നത് അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ 2 കണ്ണുകളും ആ മധ്യബിന്ദുവിലേക്ക് താനേ തിരിയുന്നത് അറിയാൻ കഴിയുന്നുണ്ട്. അവിടെ അനുഭവപ്പെടുന്ന ആ ചെറിയ സ്പന്ദനത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ പൂർണ്ണമായും അലിഞ്ഞു ചേരാൻ അനുവദിക്കുക. നിങ്ങളുടെ ശ്രദ്ധ 3-ാം കണ്ണിൽ ഈ നിമിഷം ഉറച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളൊരു വിസ്മയം തിരിച്ചറിയുന്നു. ഇതുവരെ നിങ്ങളെ വേട്ടയാടിയിരുന്ന ചിന്തകൾ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. നിങ്ങൾ വലിയൊരു ആകാശമാണെങ്കിൽ ചിന്തകൾ വെറും മേഘങ്ങളാണ്. അവ വരുന്നു, കടന്നു പോകുന്നു. നിങ്ങളൊന്നിനെയും തടയുന്നില്ല. നിങ്ങളിവിടെ വെറുമൊരു നിരീക്ഷകൻ മാത്രമാണ്.
ദേഷ്യമോ സങ്കടമോ ഓർമ്മകളോ കടന്നു പോകുമ്പോൾ അവയോട് തന്മയീഭവിക്കരുത്. ഞാൻ ആ ചിന്തയല്ല, ഞാനതിനെ കാണുന്ന സാക്ഷിയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുക. മൂന്നാം കണ്ണിൽ നിങ്ങൾ ചിന്തകൾക്ക് മുകളിലെ സിംഹാസനത്തിൽ ഇരിക്കുകയാണിപ്പോൾ. നിങ്ങളിപ്പോൾ ഒരു സാക്ഷി മാത്രമാണ്. സാവകാശം നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കുക. വായുവിനേക്കാൾ സൂക്ഷ്മമായ ഒന്നാണ് നിങ്ങൾ ശ്വസിക്കുന്നത്. അതാണ് പ്രാണൻ. ഓരോ തവണ ശ്വസിക്കുമ്പോഴും പ്രകാശപൂർണമായ പ്രാണശക്തി നിങ്ങളുടെ മൂന്നാം കണ്ണിലൂടെ അകത്തേക്ക് പ്രവഹിക്കുന്നത് ദർശിക്കുക. ഈ പ്രകാശം നിങ്ങളുടെ ശിരസിനുള്ളിൽ നിറയുകയാണ്. നിങ്ങളുടെ തലച്ചോർ മുഴുവൻ പ്രകാശത്തിൻ്റെ ഒരു വലിയ ഗോളമായി മാറുന്നത് ഭാവനയിൽ കാണുക. അവിടെ ഒരു ഗാഢമായ നിശബ്ദത നിറയുന്നു. വാക്കുകൾ അവസാനിക്കുന്ന, അനുഭവം തുടങ്ങുന്ന നിശബ്ദത. പതുക്കെ മൂന്നാം കണ്ണിലൂടെ നിങ്ങൾ ആവാഹിച്ച ആ പ്രാണശക്തി നിങ്ങളുടെ ശിരസിൻ്റെ മുകൾ ഭാഗത്തേക്ക്, സഹസ്രാര ചക്രത്തിലേക്ക് ഉയരുന്നത് കാണുക. സഹസ്രാര ചക്രത്തിൽ നിന്നും ഒരു സ്വർണ്ണവർണ്ണത്തിലുള്ള പ്രകാശവർഷം നിങ്ങളുടെ ശരീരത്തിലേക്ക് പെയ്തിറങ്ങുന്നു. ഒരു വെള്ളച്ചാട്ടത്തിനടിയിൽ നിൽക്കുന്നത് പോലെ ശുദ്ധമായ ബോധത്തിൻ്റെ പ്രകാശവർഷം നിങ്ങളിലേക്ക്. ആ പ്രകാശം നിങ്ങളുടെ ഹൃദയത്തിലൂടെ ശരീരത്തിലെ ഓരോ കോശത്തിലൂടെയും താഴേക്കൊഴുകുകയാണ്. നിങ്ങളുടെ ഭയങ്ങൾ, പഴയ ഓർമ്മകൾ, സങ്കടങ്ങളെല്ലാം ഈ പ്രകാശത്തിൽ കത്തിയമരുന്നു. നിങ്ങളിപ്പോൾ ആ പ്രകാശം തന്നെയാണ്.
അറിയുക, നിങ്ങളിപ്പോൾ പുതിയൊരു മനുഷ്യനാണ്. ആ സത്യം നിങ്ങളും കണ്ടെത്തിയിരിക്കുന്നു. നിങ്ങൾ ശരീരമല്ല, നിങ്ങൾ മനസ്സല്ല, നിങ്ങൾ അമരമായ ആ സാക്ഷിയാണ്. പതുക്കെ, വളരെ പതുക്കെ നിങ്ങളുടെ ശ്വാസത്തെക്കുറിച്ച് ബോധവാനാകുക. നിങ്ങളുടെ ശരീരത്തെ തിരിച്ചറിയുക. നിങ്ങളിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ബോധവാനാകാം. നിങ്ങളുടെ കൈവിരലുകളും കാൽവിരലുകളും ചലിപ്പിക്കുക. പതുക്കെ രണ്ട് കൈപ്പത്തികളും തമ്മിൽ ഉരസുക. ആ ഊർജവും ആ ചൂടും നിങ്ങളുടെ കണ്ണുകളിലേക്ക് വയ്ക്കാം. ആ പ്രകാശവും ചൂടും നിങ്ങളുടെ ശരീരമാകെ പടരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. പതുക്കെ ഒരു പുഞ്ചിരിയോടുകൂടി സാവകാശം കണ്ണുകൾ തുറക്കാവുന്നതാണ്.
ഈ പുതിയ പ്രകാശത്തിൽ ലോകത്തെ നോക്കി കാണുക. ശാന്തി, ശാന്തി, ശാന്തി.